23 വായിച്ചൊരു വാക്യം, അവരിൽ യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്ത് ചാരി, അല്ലേ? 25 വായിച്ചു, അവൻ യേശുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞു. ഒരു ഹല്ലേലൂയ പറ. ആ പേരില്ല, ഇതാരെക്കുറിച്ച് പറയുന്നു? യോഹന്നാൻ. ആമേൻ. നമുക്കെല്ലാവർക്കും അറിയാം ആ പദം. ആമേൻ. ആ വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം. ആരെക്കുറിച്ച് പറയുന്നു? യോഹന്നാൻ. ഞാൻ ഭാഗം ഇങ്ങനെ വായിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ വായിപ്പിച്ച വാക്യം ഇതാണ്. 21 ഇങ്ങനെ പറഞ്ഞു, ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി. എന്ത് കലങ്ങി? നമ്മൾ ഇടയ്ക്ക് ഫാസ്റ്റിംഗ് പീരീഡിനൊക്കെ ഇടയ്ക്ക് എന്നിട്ട് ദേവദാസന്മാർ വചനമൊക്കെ തൊട്ട് പോയി. ആമേൻ. യേശു എന്ത് കലങ്ങി? ഉള്ളം കലങ്ങി. ഉള്ളം കലങ്ങുക എന്ന് പറയുന്നത് ഹൃദയം കലങ്ങുക എന്നാണ്, അല്ലേ? ഉള്ളം കലങ്ങുക എന്ന് പറയുന്നത് ഹൃദയം കലങ്ങുക എന്നാണ്. ഹൃദയം കലങ്ങിയ സമയം എപ്പോഴായി? ഹൃദയം കലങ്ങുന്നേ എല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുക. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സന്ദർഭത്തിൽ ബൈബിൾ പറയുന്നു, ഇവർ ഭക്ഷിച്ച് പാനം ചെയ്തതിന് മുൻപ് ഗുരുവായ യേശു ഇവരുടെ പാദങ്ങൾ കഴുകി. ആമേൻ. എഴുന്നേറ്റ് വന്ന യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുമ്പോൾ ബൈബിൾ പറയുന്നു, ആമേൻ, പത്രോസിൻ്റെ അടുക്കൽ വന്നപ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരു, എൻ്റെ പാദം നീ കഴുകരുത്. ആമേൻ. ഞാനൊന്നും അല്ലാത്തതായതുകൊണ്ട് എൻ്റെ പാദം കഴുകാൻ കർത്താവേ നീ വരരുത്. പെട്ടെന്ന് യേശു പറഞ്ഞ മറുപടി, നിന്റെ പാദം ഞാൻ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പന്തിയിൽ അനുവാദമില്ല. ഇത് കേട്ടപ്പോൾ പത്രോസ് ഞെട്ടി. പത്രോസ് തിരിച്ചു പറഞ്ഞു, അങ്ങനാണെങ്കിൽ പിന്നെ എന്നെ മൊത്തത്തിൽ ഇങ്ങ് കുളിപ്പിക്കേ. അപ്പോൾ യേശു പിന്നെയും അടുത്ത വാക്ക്, കുളിച്ചിരിക്കുന്നവന് കാലു മാത്രം കഴുകിയാൽ മതി. കുളിച്ചവർക്കായി സ്തോത്രം. ഇന്നലെയും 4 പേര് കുളിച്ചു, അവർക്കായി സ്തോത്രം. ഇനി കുളിക്കാനുള്ളവർ വരുന്ന മാസം കുളിച്ചോളണം. അത് സ്നാനത്തെ കുറിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറയാം, ഈ കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകാൻ ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് ഗൗരവം മനസ്സിലായി. ഈ പത്രോസ് പറഞ്ഞു, ശരി എന്നാൽ പിന്നെ ഞാൻ റെഡിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കഴിക്കാനായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ 12 പേരെയും യേശു കണ്ടിട്ട് പെട്ടെന്ന് ഹൃദയത്തിനകത്ത് ഒരു വല്ലാത്ത കലങ്ങൽ. ഹല്ലേലൂയ. ഹൃദയത്തിനകത്തൊരു വല്ലാത്ത, ശ്രദ്ധിക്കുക, എന്തായി കലങ്ങാനുള്ള കാര്യം? ഒരു പ്രത്യേക ഫീസ്റ്റ് അവിടെ നടക്കുക, ഒരു സദ്യ അവിടെ നടക്കുക, അല്ലെങ്കിൽ ഒരു അത്താഴം അവിടെ നടക്കുക. ഇതിനിടയ്ക്ക് ഈ 12 പേരെന്ന വേണ്ടപ്പെട്ടവർ മാത്രം ഇരിക്കുന്ന ഒരു മേശ. ഇതിൽ പെട്ടെന്ന് യേശുവിൻ്റെ ഹൃദയം കലങ്ങാനുള്ള കാരണം താൻ അവരെ നന്നായി അറിഞ്ഞതുകൊണ്ടാണ്. യേശുവിൻ്റെ അടുക്കൽ വരുന്നവരെ പുറം നോക്കിയിട്ടല്ല യേശു തിരഞ്ഞെടുത്തത്, അകം കൂടെ കണ്ടിട്ടാണ്. ഇന്ന് പകൽ ഈ മേശയുടെ ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ ഇരിക്കുന്ന എന്നെയും നിങ്ങളെയും ഇതിൻ്റെ ഉടമസ്ഥൻ നന്നായി അറിയുന്നു. എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ഡ്രസ്സും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ മുഖത്തെ പ്രസന്നതയും മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്നു, ഞാൻ നിങ്ങളെ കാണുന്നത് പുറം മാത്രമല്ല, നിൻ്റെ ആകം കൂടെ ഞാൻ കാണുന്നുണ്ട്, നിൻ്റെ ഹൃദയം കൂടെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, എല്ലാം അറിയുന്ന ഒരു നല്ല ദൈവം ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവ് എല്ലാം അറിയുന്നു. ഞാൻ പറയട്ടെ, ഈ മേശയുടെ അപ്പുറത്തിരിക്കുന്ന 12 പേർ, മേശയുടെ ഇപ്പുറത്തിരിക്കുന്ന കർത്താവ് ഇതിനെ വാഴ്ത്തി കൊടുക്കാൻ പോവുക. ആ കൊടുക്കാനിരിക്കുന്ന സമയത്ത് ആ പെട്ടെന്നുള്ളം കലങ്ങാനുള്ള കാരണം, താൻ സ്നേഹിച്ചു കൊണ്ടു നടന്ന 12-ൽ ഒരുവൻ തൊട്ടടുത്ത നിമിഷങ്ങളിൽ 30 വെള്ളിക്കാശിനെ തന്നെ വിൽക്കുമെന്ന് യേശുവിനറിയാം. ശ്രദ്ധിച്ചേക്കണം. താൻ കൊണ്ടു നടന്ന, ആത്മാർത്ഥമായി സ്നേഹിച്ച്, കൊച്ചൻ്റെ കയ്യിലെ 5 അപ്പവും 2 മീനും വർദ്ധിച്ചപ്പോൾ ഒരു കൂട്ട കൊടുത്ത ഇവൻ 30 വെള്ളിക്കാശിന് ചില മിനിറ്റുകൾ കഴിഞ്ഞാൽ യേശുവിന് വിൽക്കുമെന്ന് മനസ്സിലായി. ആമേൻ. ഈ സംഭവം യേശുവിൻ്റെ ഹൃദയത്തിനകത്ത് തമ്പുരാൻ മനസ്സിലാക്കിയപ്പോൾ ഉള്ളം കലങ്ങി. നിങ്ങൾക്ക് അങ്ങനെ കലങ്ങിയിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കേണ്ട. ആത്മാർത്ഥമായി സ്നേഹിച്ച ആരെങ്കിലും നിങ്ങളെ വിട്ടുമാറുമ്പോൾ
നിങ്ങൾക്കുണ്ടാകുന്ന അസ്വസ്ഥത നിങ്ങൾ ചിന്തിച്ച് നോക്കുക. എന്നും എൻ്റെ കൂടെ കാണുമെന്നൊക്കെ ചിന്തിച്ച് പല രഹസ്യങ്ങളും പങ്കുവച്ച് കൂടെ കരത്തോട് കരം പിടിച്ചു നിന്ന ചിലർ തള്ളിപ്പറഞ്ഞും ഒറ്റിക്കൊടുത്തിട്ടും തെറി പറഞ്ഞിട്ടും വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന വേദന അനുഭവിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയത്തില്ല. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഗ്ലോറി ടു ജീസസ്. വെറുതെ ഉള്ളം കലങ്ങത്തില്ല, വെറുതെ ഹൃദയം കലങ്ങത്തില്ല. 2024 എൻ്റെ ഹൃദയം കലങ്ങിയിരുന്നു. ആമേൻ. എൻ്റെ ഹൃദയം കലങ്ങിയിരുന്നു. ആമേൻ. ചെറിയ കലക്കമൊന്നുമല്ല, വലിയ കലക്കം കലങ്ങി. ഞാൻ പലപ്പോഴും പ്രതീക്ഷിച്ചതല്ല സംഭവിച്ചത്. തോളോട് തോൾ ചേർന്ന് നിന്ന ചിലതൊക്കെ നമ്മൾ വിടുമ്പോൾ എന്തു തോന്നും? ഹൃദയം കലങ്ങും. ആമേൻ. ബൈബിൾ എന്നാ പറഞ്ഞേ? യേശുവിൻ്റെ ഹൃദയം, ശ്രദ്ധിക്കുക, കലങ്ങാനുള്ള കാരണം 12-ാമനെന്ന് ഒരുപക്ഷെ പറയാൻ പറ്റുന്ന ഇസ്കാരിയോത്ത യൂദ തൊട്ടടുത്ത നിമിഷം തന്നെ വിട്ടു പോകും. ഈ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ചിലർ നമ്മളെ വിട്ടുപോകുമ്പോൾ ഒരു വല്ലാത്ത ഫീലിംഗ് നമ്മുടെ മനസ്സിനകത്ത് വരും. ഞാൻ നിങ്ങളോട് പറയാം, ഉറങ്ങാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു രാത്രികാലങ്ങളിലിരുന്ന്. ഞാൻ ഒത്തിരി കലങ്ങിയേച്ച് പോയൊരു ദിവസം. എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. അന്ന് രാത്രി ഞാൻ ചിന്തിക്കുന്നു, ഞാനും വൈഫും മിസ്സിസും ഒക്കെ വീട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഈ ബ്രദറും ഫാമിലിയും ഒക്കെ രാത്രി ഏകദേശം ഒരു 11:45 വരെ അവിടെ വീട്ടിൽ വന്നിരുന്നു. സംസാരിച്ചു, സമാധാനപ്പെടുത്തി, മനസ്സിൻ്റെ ദുഃഖങ്ങൾ അവരാൽ കഴിയുന്നത് പോലെ സംസാരിച്ചു. എന്നിട്ട് വിചാരിച്ച് ഇനി ചെന്നിരുന്ന് കരയാം. അങ്ങനെ ചിന്തിച്ച് ഞാൻ വാതിലെല്ലാം പൂട്ടി അകത്തോട്ട് കയറുമ്പോൾ പിന്നെ ഒരു കോളിംഗ് ബെൽ അടിക്കുന്നു. ആനക്കുഴി ബ്രദർ ഇവിടെ പോയി വന്നിട്ടില്ലേ? ആനക്കുഴിയിലെ ബ്രദർ ഫാമിലിയൊക്കെ രാത്രി 12 മണിയായപ്പോൾ വീട്ടിലോട്ട് വരുന്നു. പാസ്റ്ററെ സമാധാനിക്കുക. ഏകദേശം 1 മണിയോളം 1:15 ആയി തോന്നുന്നു. അവൻ ഇരുന്നു, സംസാരിച്ചു. കാരണം ഉള്ളം കലങ്ങുന്നതിൻ്റെ വേദന ആരൊക്കെയോ തിരിച്ചറിഞ്ഞു. ഗ്ലോറി ടു ജീസസ്. ഉള്ളം കലങ്ങുന്നതിൻ്റെ വേദന എല്ലാവർക്കും മനസ്സിലാവത്തില്ല, അത് തിരിച്ചറിഞ്ഞു. ആമേൻ. ഞാൻ പറയട്ടെ, അവർക്ക് രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ വീട്ടിൽ വന്നിരുന്ന ആമേൻ ആ കലങ്ങിയ വേദനയോടൊന്ന് തലചായ്ച്ചു, അല്ലെങ്കിൽ ഒന്ന് തോളോട് തോൾ ചേർന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്തു. വലിയ ആശ്വാസമായി. ഞാൻ നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം കലങ്ങിയപ്പോൾ 12 എണ്ണം നിരന്നിരിക്കുക. പക്ഷെ ഉള്ളം കലങ്ങിയ സമയത്ത് ഒരുത്തൻ തൻ്റെ തലയെടുത്ത് യേശുവിൻ്റെ നെഞ്ചേ വെച്ചു. ശ്രദ്ധിക്കണം. ആ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ഉള്ളം കലങ്ങുന്ന സമയത്ത് നെഞ്ചിടിപ്പ് കൂടുവോ കുറയുവോ? ടെൻഷൻ വന്നിട്ട് BP കയറി ആശുപത്രി പോയ പലരും ഇവിടെ ഉണ്ട്. ശരിയല്ലേ? പലതിനെയും ഓർത്ത് ചിന്തിച്ച് ആശുപത്രി പോയ പലരും ഇവിടെ ഉണ്ട്. കാര്യം എന്താ? ഹാർട്ട് ബീറ്റ് കൂടുക. ഞാൻ നിങ്ങളോട് പറയാം, ഈ സന്ദർഭത്തിൽ നെഞ്ചോട് തല ചായ്ക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റത്തില്ല. അങ്ങനെ പറ്റുന്ന ചിലരുണ്ട്. അവൻ്റെ പേര് ദൈവം കുറിച്ചിട്ടിട്ടുണ്ട്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നതിനകത്തും ഞാൻ പറയാം, കർത്താവിൻ്റെ ഉള്ളം കലങ്ങിയപ്പോൾ നെഞ്ചോട് തീർത്ത തന്നെ സ്നേഹിച്ച താൻ സ്നേഹിക്കുന്ന ഒരു ശിഷ്യനെന്ന് പറഞ്ഞ് പേർ പറഞ്ഞൊരു മനുഷ്യനുണ്ട്. കർത്താവ് പറയുന്നു, എൻ്റെ നെഞ്ചിൻ്റെ താളം മാറിയപ്പോൾ അവൻ തൻ്റെ ചെവി എൻ്റെ നെഞ്ചോട് ചേർത്തു വച്ച ഈ എൻ്റെ കൂടെ ഇരുന്നൊരു മനുഷ്യനെ എനിക്കറിയാം. ഞാനവനെ തള്ളിക്കളയത്തില്ല, ഞാനവനെ വിട്ടുകളയത്തില്ല, ഞാനവൻ്റെ അവൻ കൂടെയുണ്ട്. Glory to Jesus. താൻ സ്നേഹിച്ച ശിഷ്യനെന്ന് മാത്രമേ ബ്രദറെ അവിടെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അവൻ്റെ പേര് യോഹന്നാൻ എന്നാ. ആമേൻ. നെഞ്ചോട് ചാരിയത് ആരാന്ന് അവിടെ പേര് കൊടുത്തിട്ടില്ല. പക്ഷെ അവൻ്റെ പേര് യോഹന്നാൻ എന്നാ. 12 പേരുണ്ടായിരുന്നതിൽ ഒരുവൻ മാത്രം ആ നെഞ്ചിൽ തല ചായ്ച്ചു പിടിച്ചു. ഞാൻ ചിന്തിക്കുന്നു, ഇന്നലെ തമ്പുരാൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പല്ലല്ലോ ഇന്നത്തെ ഇടിപ്പ്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ചില
ദുഃഖത്തിൽ നെഞ്ചു കൊടുക്കുന്ന, തോള് കൊടുത്ത് തല ചായ്ച്ച സപ്പോർട്ട് ചെയ്യുന്ന ആയിരിക്കും കർത്താവ് ഇതിനകത്ത് കാണുന്നുണ്ട്. ഇതെല്ലാവരെ കൊണ്ടും പറ്റത്തില്ല, എല്ലാ ശിഷ്യന്മാരെ കൊണ്ടും കഴിയത്തില്ല, എല്ലാവരെ കൊണ്ടും നടക്കത്തില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാ, യു ആർ എ സ്പെഷ്യൽ. നീ ഒരു വ്യത്യസ്തനാണ്. നീ 11 പേർ ചെയ്യുന്നതല്ല ചെയ്തത്. യെസ്, യു ആർ എ സ്പെഷ്യൽ. നീ ഒരു സ്പെഷ്യലാ. ഈ ദുഃഖം എല്ലാവർക്കും താങ്ങാൻ പറ്റത്തില്ല. ശ്രദ്ധിക്കണേ, സമയം കഴിഞ്ഞു പോകുന്നു. പെട്ടെന്ന് ഞാൻ ആ ഭാഗം കയറിയിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവർക്കും ഈ ദുഃഖം താങ്ങാൻ പറ്റത്തില്ല. എല്ലാവർക്കും എല്ലാവരുടെയും ദുഃഖത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ചിലർ ദുഃഖിക്കുന്നത് കണ്ട ചിലർ ചിരിക്കും. പക്ഷേ ആ ദുഃഖത്തിൽ മാറോട് ചേർത്ത ആ നെഞ്ചിടിപ്പിന്റെ താളം മനസ്സിലാക്കിയ യോഹന്നാനെ പോലെ 2025 ആരെങ്കിലുമൊക്കെ അഭിഷിക്തന്മാരുടെയോ അഭിഷിക്തകളുടെയോ ദുഃഖത്തോട് ചേർന്ന് നിൽക്കാൻ മനസ്സ് കൊടുക്കുന്നെങ്കിൽ ഞാൻ പറയാ, കലങ്ങുന്ന ഉള്ളത്തെ താങ്ങി നിർത്താൻ ഇന്ന് പകലിൽ ദൈവം നിനക്ക് തന്നിരിക്കുന്ന ഈ ഒരു പ്രത്യേക അനോയിന്റിംഗ് ഇല്ലേ, അത് വ്യത്യസ്തമാണ്. എന്റെ ദൈവം നിനക്കൊരു പ്രതിഫലം തരും. In the name of Jesus. Hallelujah. ഒരു പ്രതിഫലം തരും. കർത്താവ് പറഞ്ഞു, ഞാൻ യോഹന്നാനെ കുറിച്ച് ഈ മാറോടൊക്കെ ചാരി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇൻറ്റിമസി, തൊട്ടുരുമി ഇരുന്നെന്നല്ലേ അർത്ഥം. മാറിൽ തല ചായ്ച്ചെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണോ? ഇല്ല. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, എടാ അവൻ്റെ പേര് ഞാൻ മാറ്റി വച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. 12 ശിഷ്യന്മാരിൽ 11 പേരും ആയുസ് തികഞ്ഞിട്ടല്ല മരിച്ചത്, മിക്കവാറും രക്തസാക്ഷികളായിരുന്നു. പക്ഷെ ഒരുവനെ കുറിച്ച് ബൈബിൾ പറയുന്നു, ഈ തല ചായ്ച്ചിരുന്നവൻ 100 വയസ്സ് തികഞ്ഞവനായി മരിച്ചു. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിൻ്റെ മാർവോട് ചാരിയവനെ കുറിച്ച് ബൈബിൾ പറയുന്നു, അവരെ തമ്പുരാൻ നിർത്തി. എന്തിന് നിർത്തി? അതാ ഞാൻ പറയാൻ പോകുന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഇതിനകത്ത് പറയുന്നു, കർത്താവിൻ്റെ മാർവിൻ്റെ ചൂടറിയുന്ന ചിലരെ നോക്കി ദൈവാത്മാവ് പറയുന്നു, യു ആർ എ സ്പെഷ്യൽ, യു ആർ എ റയർ എന്ന് പകൽ ആത്മാവ് പറയുന്നു. എന്തിനോ ദൈവം നിന്നെ മാറ്റി നിർത്തുകയാ. ഹേരോദാവിൻ്റെ വാള് യാക്കോബിന്റെ തലയെടുക്കുമ്പോഴും യോഹന്നാനെ നിന്നെ വിട്ടുകൊടുക്കാതെ മാറ്റിവെച്ച ഒരു ദൈവത്തിന്റെ സ്നേഹം. പിടിയിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? 100 വയസ്സ് വരെ ജീവിച്ച ഒരു മനുഷ്യനേ ഉള്ളൂ. ഈ ശിഷ്യന്മാരുടെ ഇടയിൽ പത്രോസിനടക്കം ഏകദേശം 5 or 6 പേർക്ക് ലഭിച്ചത് ക്രൂശ് മരണമാണ്. ചിലതിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു, ചിലതിൻ്റെ ശരീരത്തിൻ്റെ തൊലി ഉരിച്ചു കളഞ്ഞു. അങ്ങനെ പലതും കൊന്നുകളഞ്ഞ ഒത്തിരി അനുഭവങ്ങൾ ഈ 12 ശിഷ്യന്മാരിൽ കാണാനുണ്ട്. എന്നാൽ യോഹന്നാനെ കുറിച്ച് പറയുന്നു, നീ സമാധാനത്തോടെ പാർക്ക, എനിക്ക് നിന്നെ വേണം. എൻ്റെ നെഞ്ചിൻ്റെ താളം അറിയാൻ നീ കൊതിച്ചവനാ. അങ്ങനെയാണെങ്കിൽ ദൈവം പറയുന്നു, എൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യം നിനക്ക് ഞാൻ കൈമാറും. അതിനൊക്കെ ദൈവാത്മാ പറയുന്നു, ദൈവത്തിന്റെ മാർവോട് ചേരുന്നവന് ആ ഹൃദയ ഘടക ശൈല പ്രൗഢി വിരിഘടകസി ഹോളി സ്പിരിറ്റ്. ഓഹോ, mighty name of Jesus. lam shatheri regal kamana ഘടകസി. ഹല്ലേലൂയ. ഏകദേശം 10-60 വയസ്സൊക്കെ ആയപ്പോൾ പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെട്ടു. ആമേൻ. യോഹന്നാന്റെ സഹോദരൻ യാക്കോബും ഹേരോദാവിന്റെ വാളിന്റെ മുനയിൽ തലയിറക്കപ്പെട്ടു. കൂടുണ്ടായിരുന്ന പലരും കൈവിട്ടുപോയി. ബൈബിൾ ഇങ്ങനെ പറഞ്ഞു, AD 54 മുതൽ റോമൻ സാമ്രാജ്യത്തിൽ വന്ന ചക്രവർത്തിമാർ ക്രിസ്ത്യാനികളെ ഓടിച്ചിട്ട് കൊല്ലാൻ തുടങ്ങി. ബൈബിൾ പറയുന്നു 40,000 പേര് രക്തസാക്ഷിയാകുമ്പോഴും അക്കൂട്ടത്തിൽ കൂടെ മുളച്ചു വന്ന സകല ശിഷ്യന്മാര് രക്തസാക്ഷികളായെങ്കിൽ കർത്താവ് യോഹന്നാനോട് പറഞ്ഞു, നിന്നെ ഞാൻ കൊടുക്കത്തില്ല. അവന്റെ മാർവോട് ചേർന്ന ചിലത് ഇതിനകത്തുണ്ട്. ചേർത്ത് പിടിച്ചത് ദൈവമാണെങ്കിൽ
ഒരു ശത്രുവിന്റെ വാളിന് നിന്നെ വിട്ടുകൊടുക്കാൻ എന്റെ ദൈവം തയ്യാറല്ല. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം. പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് പകലിൽ ചിലതിനോട് പറയുന്നു, അവൻ ദൈവത്തിന്റെ മാർവോട് ചേർന്നിരിക്കാൻ നീ റെഡിയാണെങ്കിൽ കർത്താവ് ചില സ്പെഷ്യലായ പ്രിഫറൻസ് നിനക്ക് തരാൻ പോവുക. ഏത് രാജാക്കന്മാർ തെരഞ്ഞു പിടിച്ച് ദൈവത്തിന്റെ മക്കള് രക്തസാക്ഷിയിലേക്ക് നയിച്ചാല് മാർവോട് ചേർന്നവനോട് സ്വർഗം പറയുന്നു, എന്റെ രഹസ്യം ഞാൻ നിനക്ക് വെളിപ്പെടുത്താൻ നിന്നെ കണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമം ജയോ. Come on. In the name of Jesus. ഞാൻ പറയാം, പുള്ളി മാത്രം മരണം കൊണ്ടുപോയില്ല, ഈ പുള്ളിയെ മാത്രം ദൈവം ശേഷിപ്പിച്ചു. മാർവോട് ചാരി ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, ഒത്തിരിയേറെ ആത്മാർത്ഥതയോടെ മാറോട് ചാരിയിരുന്ന യോഹന്നാനെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, എടാ നീ എൻ്റെ മാർവോട് ചാഞ്ഞെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുള്ളത് വെറും നെഞ്ചിടിപ്പ് മാത്രമല്ല, നീ മനസ്സിലാക്കേണ്ടേ, എൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ ഞാൻ നിനക്ക് തരാൻ പോവുക. ഇന്ന് ആരുടെയോ ദൈവാത്മാവ് പറയുന്നു, നീ ഇതുവരെ നടന്നത്, നീ തമ്പുരാന്റെ മാർവോട് ചേർന്ന് നിന്നത് വെറുതെയല്ല. കൂടെയുണ്ടായിരുന്ന പലർക്കും, പല അപ്പോസ്തലന്മാർക്കും ലഭിക്കാത്തത് ഈ 2025 ദൈവത്തിന്റെ രഹസ്യം കഴിയുന്നവൻ സ്വീകരിച്ചോ. ഇന്ന് പകല മഹത്വത്തിന്റെ ശക്തി ഇതിനകത്ത് വെളിപ്പെടാൻ പോകുകയാ. In the name of Jesus. Hallelujah. സമയം ദീർഘിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകട്ടെ. തമ്പുരാന്റെ മാർവോട് ചേറിയിരുന്നത് നെഞ്ചിന്റെ ചൂട് മാത്രമല്ല, നെഞ്ചിടിപ്പിന്റെ താളമളക്കാനല്ല, അത്രയും ഇന്റിമസിയായി, അത്രയും അടുത്തൊരു മനുഷ്യൻ വന്നപ്പോൾ കർത്താവിന് ഇഷ്ടമായി. എൻ്റെ ഭാഷയിൽ ഇങ്ങനെ പറയും, നെഞ്ചിടിപ്പിൻ്റെ ശബ്ദം കേൾക്കാനല്ല അവൻ ഇരിക്കുന്നത്, എൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ ഒരുത്തനെങ്കിലും വെമ്പല് കൊള്ളുക. ഇന്ന് പകലിൽ ആരുടെക്കോ ഇതിനകത്തും ദൈവാത്മാവ് ഇടപെടുന്നു. ആ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അടുക്കലോളം എത്തുന്ന ചിലർക്ക് ദൈവം അത് വെളിപ്പെടുത്താൻ ഈ സീസണിൽ പരിശുദ്ധാത്മാവ് ചിലതിനെ കാണുകയാ. അസാധാരണ ചില ദൈവപ്രവർത്തികൾ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാ. എത്ര പേർക്ക് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകലിൽ 20 നാളുകൾ 21 നാളുകൾ അപ്പനോട് കൂടെ ഇരുന്നത് വെറുതെയല്ല. ആർക്കും കൊടുക്കാത്ത ചിലത് നിനക്ക് തരാൻ പോവുക. ആർക്കും കൊടുക്കാത്ത ചിലത് പിടിക്കാൻ കഴിയുന്നവർ പിടിച്ചോണം. ഇന്ന് അസാധാരണമായ ചില വെളിപ്പാടുകൾ ഇതിനകത്ത് തുറക്കും. മഹത്വം തൊടുന്ന പകൽ, സാന്നിധ്യം തൊടുന്ന പകൽ, ദൈവശക്തി തൊടുന്ന പകൽ, എവിടേക്ക് മഹത്വത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുക. പിടിച്ചാൽ ഒതുക്കാത്ത, പിടിച്ചാൽ നിൽക്കാത്ത വിധം ഒരാത്മാവിന്റെ ഓവർഫ്ലോ ഇതിനകത്ത് വെളിപ്പെടുന്നു. ചില ശരീരങ്ങളുടെ മേൽ കവിയുന്ന ശക്തി നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. എനിക്കറിയാം, ദൈവത്തിന് വേണ്ടിയവര് ദൈവം തിരഞ്ഞു പിടിക്കുക. ആ മാർവിൽ ചാരിയവന് ദൈവം കുറിക്കുന്നുണ്ട്. ആ ചൂട് അനുഭവിച്ചവന് ദൈവം അറിയുന്നുണ്ട്. You are a special. നിനക്ക് ലഭിക്കാൻ പോകുന്നത് വ്യത്യസ്തമായത്.
ഓ വാ ലബബബബ ഷദൽ കമനഗഡഗസി അഡഗക്ഷമനഗഡഗ റിഗൽ കമനഗഡഗസി. come on. ആമേൻ. കൂടുണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാം രക്തസാക്ഷിയായി. യോഹന്നാൻ മാത്രം ശേഷിച്ചു. സിസ്റ്ററെ, യോഹന്നാൻ മാത്രം. തനിക്ക് മുന്നേ എല്ലാവരും പോയി, കൂടെ വിളിച്ചവരൊക്കെ പോയി. എൻ്റെ ചിന്ത 40,000 പേര് പട്ടുപോയപ്പോ മാറോട് ചാരിയിരുന്നവൻ മാത്രം ഇന്നും നിൽക്കുക. ഇന്ന് പകലിൽ അത്രയും ഹൃദയത്തോട് ചേർന്ന് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഭാഷയിൽ ഞാൻ പറയാ, തമ്പുരാൻ അവനെ ചേർത്തു പിടിക്കും, വിട്ടുകൊടുക്കത്തില്ല. ലോകശക്തിക്ക് കൊടുക്കത്തില്ല, രോഗങ്ങൾക്ക് കൊടുക്കത്തില്ല, ശാപങ്ങൾക്ക് കൊടുക്കത്തില്ല. മരണം നിന്റെ വീട്ടുപടിക്കലെത്തിയിട്ടും നിന്നെ കൊണ്ടുപോകാത്തതിന്റെ കാരണം നിന്നെ യേശുവിന് വേണം. വാവ് 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 വാവ്. നിന്നെ യേശുവിന് പ്രിയനാക്കി ദൈവം കാണുക. എന്തോ ഒരു രഹസ്യം നിന്നോട് പറയാനുണ്ട്, എന്തോ ഒരു സബ്ജക്റ്റ് നിന്നെ അറിയിക്കാനുണ്ട്, എന്തോ ഒന്ന് നിനക്ക് വേണ്ടി വെളിപ്പെടുത്താനുണ്ട്. ശക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു, എന്തോ ഒന്ന് ഇന്ന് പകൽ നിനക്ക് റിലീസാകാനുണ്ട്. Holy Spirit. ആത്മാവ് ഇന്ന് പകലിൽ അതിശക്തമായി ചിലതിനോട് പറയുന്നു, ആമേ, മരണം പടിവാതിൽക്കലെത്തിയിട്ടും നിന്നെ തൊടാത്തതിന്റെ കാരണം, നിന്റെ കൂടപ്പിറപ്പുകൾ പലതിനെയും പല വാളുകളും തൊട്ടിട്ടും നിന്നെ തൊടാത്തതിന്റെ കാരണം നീ മാർബോട് ചാരി വച്ചിരുന്നപ്പോ എൻ്റെ തമ്പുരാൻ നിന്റെ പേര് കുറിച്ചു വച്ചതാ. ദൈവത്തിന് വേണം. സ്വർഗം പറയുന്നു, ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ചില രഹസ്യങ്ങൾ നിനക്ക് വേണ്ടി ഇന്ന് പകലിൽ സ്വർഗം കൈമാറുന്ന പകൽ. Come on, now you receive the holy fire of God. Wow. Lamana shekiri amthini. Jesus. ഞാനിങ്ങനെ ചിന്തിച്ചു, 80 വയസ്സായി, യോഹന്നാൻ പക്ഷവാത രോഗിയെ എഴുപ്പിച്ചെന്ന് ബൈബിളെ വായിച്ചിട്ടില്ല. പത്രോസോ തബീതയോട് പറഞ്ഞു, എഴുന്നേക്ക് മോളെ. എഴുന്നേറ്റു. ആമേൻ. പല ശിഷ്യന്മാരും പലതും ചെയ്തു, പക്ഷെ കൂടെ കൊണ്ട് നടന്ന യോഹന്നാൻ ഒരു അത്ഭുതം ചെയ്തെന്ന് ബൈബിളെ കൊടുത്തിട്ടില്ല. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, മാറോട് ചേർന്നിരുന്നിട്ടും എന്താ ദൈവമേ ഒരു മിറക്കിൾ അവനിൽ വെളിപ്പെടാത്തെ? തമ്പുരാൻ പറഞ്ഞ്, മിറക്കിളൊന്നും അല്ലടാ, ആർക്കും അറിഞ്ഞുകൂടാത്തൊരു രഹസ്യം ഞാൻ കൈമാറാൻ അവനെ നിർത്തിയിരിക്കുന്നത്. ഇവിടെ കാണുന്നൊരു പനിയോ ബലഹീനതയോ മുട്ടുവേദനയോ അസ്ഥിവേദനയോ മാറുന്നതിലല്ല, അതിനേക്കാൾ വലിയ ആർക്കും പറയാത്തൊരു വെളിപ്പെടാത്തൊരു രഹസ്യം എന്റെ മാറോട് ചേർന്നിരുന്നവന് ആ രഹസ്യം ഞാൻ പറയും. അല്ലേ, ഞാനിങ്ങനെ ചിന്തിച്ചു, 80 വയസ്സായി, 85 വയസ്സായി, പറയത്തക്ക അത്ഭുതങ്ങളും മിറക്കിളുകളും മരിച്ചതിനെ ഉയർപ്പിച്ചെന്നൊന്നും അപ്പോസ്തല പ്രവൃത്തി കൊടുത്തിട്ടില്ല. കൂടുണ്ടായിരുന്ന പത്രോസിനെ കുറിച്ച് പലതും കൊടുത്തിട്ടുണ്ട്, പക്ഷേ യോഹന്നാനെ കുറിച്ച് അങ്ങനെ വലിയ സാക്ഷ്യങ്ങളൊന്നും പറയാൻ ബൈബിളിൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. പക്ഷെ തമ്പുരാൻ എന്നോട് പറഞ്ഞു, നിൽക്കട്ടെ, എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ചില രഹസ്യങ്ങളുണ്ട്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. 13 നമ്മൾ വായിച്ചു, അവൻ്റെ ഹൃദയം ഉള്ളം നൊന്ത് കലങ്ങി. 14 പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കർത്താവിൻ്റെ പ്രസംഗത്തിൻ്റെ സബ്ജക്റ്റ് എന്താണെന്നറിയാമോ? കലങ്ങരുത്. അടുത്തു പറഞ്ഞത്, ഞാൻ പോയാൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയേച്ച് പിന്നെയും വരും. ഇതാണ് പബ്ലിക്കലി തമ്പുരാൻ പറഞ്ഞ പ്രസംഗം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, എവിടാ സ്ഥലമെന്നും എങ്ങനാ സ്ഥലമെന്നും അതിനകത്തെന്താ നടക്കുന്നതെന്നും അതെല്ലാം തമ്പുരാൻ്റെ ഹൃദയ രഹസ്യമാണ്.
ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുക, ആമേൻ. പബ്ലിക്കലി പ്രസംഗത്തിൽ വെളിപ്പെടുത്താത്തൊരു രഹസ്യം കർത്താവ് പറഞ്ഞു. പത്രോസിനോട് ഞാൻ പറഞ്ഞിട്ടില്ല, ആമേൻ. യാക്കോബിനോട് ഞാൻ പറഞ്ഞിട്ടില്ല, പലരോട് പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ മാർവോട് ചാരിയ ഒരുത്തൻ എൻ്റെ ഹൃദയ രഹസ്യം പകർത്താൻ പോവുക. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഞാൻ ഇതിനകത്ത് കൈമാറുകയാ. ആർക്കും ലഭിക്കാത്ത ചില റെവലേഷനുകൾ ഈ സീസണിൽ ഇതിനകത്ത് നിനക്ക് വേണ്ടി ദൈവം തുറക്കട്ടെ. ഹല്ലേലൂയ. ഈ സീസണിൽ ദൈവം അത് തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, 90 വയസ്സ് കഴിഞ്ഞു. 95 വയസ്സായപ്പോൾ ഡൊമീഷ്യൻ ചക്രവർത്തി വന്ന് ഈ പുള്ളിയോട് പറഞ്ഞു, യോഹന്നാനോട് പറഞ്ഞു, ഇനി നീ മാത്രമേ ഉള്ളൂ, നിന്നെയും കൂടെ ഞാൻ ഇല്ലാണ്ടാക്കാൻ പോവാ എന്ന് പറഞ്ഞാൽ, ഇതിന് കരുത്തരായ പ്രാർത്ഥിക്കുന്ന അഭിഷേകമുള്ളൊരു മനുഷ്യനെ നോക്കിയിട്ട് പറയുക, പടുവൃദ്ധനായ 95 വയസ്സായി, ഈ സമയത്ത് പറയുക, നിന്നെയും കൂടെ ഞാൻ ഇല്ലാണ്ടാക്കാൻ പോവുക. ലാസ്റ്റിൽ പിടിക്കുന്നത് ഈ പുള്ളിയാ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, തിളപ്പിച്ച എണ്ണയ്ക്കകത്ത് ഡൊമീഷ്യൻ ചക്രവർത്തി ഇവനെ മുക്കി. 95-ാം വയസ്സിൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ചരിത്ര പുസ്തകങ്ങൾ ഇങ്ങനെ പറയുന്നു, അവനെ മുക്കിയ തിളച്ച എണ്ണ തണുത്തുപോയി. ഹോളി സ്പിരിറ്റ്. പലരും ചിന്തിക്കും, പ്രായമേറെയായി, നിന്നെ കൊണ്ട് ഇനി ഒന്നും പറ്റത്തില്ല, നീ ഒന്നും സംസാരിച്ചില്ലെങ്കിലും നീ വീഴുന്ന ചില എണ്ണക്കളങ്ങളില്ലേ. പരിശുദ്ധാത്മാ പറയുക, 95-ലും യോഹന്നാന് അതൊരു മിറക്കിളായി മാറും. ഒരെണ്ണയ്ക്കും നിന്നെ ആമേൻ കൊല്ലുവാൻ കഴിയാത്ത വിധം നിന്റെ അകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം നിറയപ്പെടാം. തിളച്ച എണ്ണയ്ക്കകത്ത് ഈ പുള്ളിയെ ഇട്ടു, എന്നിട്ടും പുള്ളി ചാകുന്നില്ല. ഡൊമീഷ്യൻ പറഞ്ഞു, ഒന്നുകൂടെ തിളപ്പിച്ചു. 2ാം വട്ടവും തിളപ്പിച്ച എണ്ണയ്ക്കകത്തിട്ടിട്ടും ഈ മനുഷ്യൻ ചാകുന്നില്ല. എൻ്റെ ചിന്തയിൽ 2-3 തവണ തിളച്ച എണ്ണയ്ക്കകത്ത് മുക്കിയതാ, എന്നിട്ടും ചാകാതെ വന്നപ്പോൾ ഡൊമീഷ്യൻ ചക്രവർത്തി പറഞ്ഞു, 95 വയസ്സുള്ള വൃദ്ധനായ യോഹന്നാനെ ഞാൻ നാട് കടത്താൻ പോവുകയാണ്. എവിടേക്കാ നാട് കടത്തുന്നേ? ആൾപ്പാർപ്പില്ലാത്തൊരു പത്മോസ് ദ്വീപിൽ 95 വയസ്സുവരെ ദൈവത്തിന് വേണ്ടി നിന്നവൻ, 12 പേരിൽ ആർക്കും കിട്ടാത്ത ഭാഗ്യം കിട്ടി മാർവിൽ തല വയ്ക്കാൻ. ശ്രദ്ധിക്കുക, ആ ചൂടിൻ്റെയും നെഞ്ചിടിപ്പിൻ്റെയും താളമറിഞ്ഞവൻ 95-ൽ ചിന്തിക്കണ്ടേ, തമ്പുരാനെ കൈവിട്ട് കളഞ്ഞല്ലോ. ഇന്ന് അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവ് നിന്നോട് പറയുന്ന ഒരു ദൂതുണ്ട്. ഞാൻ നിന്നോട് രഹസ്യം പറയാനാടാ വിളിക്കുന്നത്. ഈ പത്മോസ് എന്ന് പറയുന്നത് എന്റെ രഹസ്യത്തെ നിന്റെ കരത്തിൽ കൈമാറാനുള്ള ഒരു സങ്കേതമോ. ആരുടെയൊക്കെ ദൈവാത്മാവ് ഇന്ന് പകൽ പറയുന്നു, ചില രഹസ്യങ്ങൾ നിന്റെ കയ്യിലേക്ക് തരാൻ ഇന്ന് എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. ചില കഷ്ടത തകർച്ചയല്ല, ചില കഷ്ടത നിന്റെ നാശത്തിനല്ല, ദൈവത്തിന്റെ രഹസ്യങ്ങൾ നിന്റെ കയ്യിലേക്ക് കൈമാറാൻ ഇന്ന് പകലിൽ സ്വർഗം താല്പര്യപ്പെടുക. വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ചിലർ ഇന്നലെ പോയവരെല്ലാം പത്മോസിൽ മരിച്ചു, അതുകൊണ്ട് ഞാനും 95 വയസ്സാണെങ്കിലും ദൈവത്തിന് കണക്കുണ്ട്. തമ്പുരാൻ കുറിച്ചു വച്ചേക്കുക. എൻ്റെ ഹൃദയത്തിൻ്റെ ചൂടറിഞ്ഞവൻ, എൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യം അറിയാനുള്ളവനാ. ഇന്ന് പകൽ സാന്നിധ്യത്തോട് ചേർന്നിരിക്കുന്ന ആരുടെക്കോ ഞാൻ ഇന്ന് പകൽ കൈമാറുകയാണ്. ആമേൻ. ഒരു പത്മോസിന് നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല.
അത് നിന്റെ അവസാനമല്ല. ദൈവത്തിന്റെ രഹസ്യങ്ങള് നിന്നോട് പറയാൻ ദൈവം തിരഞ്ഞെടുക്കുന്ന ചില സ്ഥലങ്ങളാണെന്ന് അഭിഷേകമുള്ളവർ ഇന്ന് പകലിൽ വിശ്വസിച്ചാൽ in the name of Jesus. Hallelujah. അഭിഷേകമുള്ള നിന്നെ കർത്താവ് പത്മോസിൽ മൃഗങ്ങൾ കേൾപ്പിക്കത്തില്ല. ഞാൻ നിങ്ങളോട് പറയാം, 97-95 പോയ മനുഷ്യൻ 96 തിരിച്ചു വരുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിച്ചു. മനുഷ്യനില്ലാത്തടത്ത് മൃഗങ്ങളുണ്ട്. മനുഷ്യനില്ലാത്തടത്ത് എന്തുണ്ട്? മൃഗങ്ങളുണ്ട്. അങ്ങനാണെങ്കിൽ പത്മോസിൻ്റെ ഏകാന്തതയിൽ 1 കൊല്ലം കിടന്നിട്ടും തനിക്ക് മുന്നേ പോയ പലരെയും മൃഗങ്ങൾ ഇരയാക്കിയിട്ടും എന്തുകൊണ്ട് യോഹന്നാനെ ഇരയാക്കിയില്ല? കാരണം ഇരയാക്കാനല്ല നിന്നെ വിളിച്ചത്, എൻ്റെ രഹസ്യം പറഞ്ഞു തരാനാ. ഇതിനകത്തും പരിശുദ്ധാത്മാ പറയുന്നു, പടിവാതിൽക്കൽ ചില ആമേൻ ശക്തികൾ വന്നിട്ടും നിന്നെ തൊടാത്തതിൻ്റെ കാരണം ചില രഹസ്യങ്ങൾക്ക് 2025 പലർക്കും വെളിപ്പെടാത്ത രഹസ്യം നിനക്ക് നിന്റെ ഹൃദയത്തിനകത്ത് സ്വർഗം വെളിപ്പെടുത്താൻ ഇപ്പോൾ വെളിപ്പെടാൻ പോവാ. എവിടേക്കോ ദൈവാത്മാവ് ഇന്ന് പകൽ പറയുന്നു, ഹൃദയത്തിന്റെ രഹസ്യങ്ങള് ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. പരിശുദ്ധാത്മാ പറയുന്നു, ചില രഹസ്യങ്ങൾ വെളിപ്പെടാൻ സമയമായി. ആ ചൂടനുഭവിക്കുന്ന ആരോ ഇന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ പോകുന്ന ഒരു കൃപയെ കുറിച്ച് ഞാൻ പറയാൻ പോവുക. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഹൃദയം എനിക്കറിയില്ല. നിങ്ങളുടെ വസ്ത്രം ഞാൻ കാണുന്നു, നിങ്ങളുടെ മുഖം ഞാൻ കാണുന്നു, നിങ്ങളുടെ പൊക്കവും വണ്ണവും ഞാൻ കാണുന്നു. പക്ഷെ നിങ്ങളുടെ മനസ്സിൻ്റെ രഹസ്യം എനിക്കറിയില്ല. ശ്രദ്ധിക്കുക, മനസ്സിൻ്റെ രഹസ്യം എനിക്കറിയില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, മനസ്സിൻ്റെ രഹസ്യം മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ ദൈവം അങ്ങനല്ല. സകല ഹൃദയ രഹസ്യങ്ങളെയും അറിയുന്നവൻ ദൈവം. എന്ന കർത്താവിൻ്റെ മാർവോട് ചേർന്നിരുന്ന ഹൃദയത്തിൻ്റെ ചൂടും താളവും മനസ്സിലാക്കാൻ ശ്രമിച്ചവൻ നോക്കി തമ്പുരാൻ പറയുക, എൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യം ഞാൻ നിനക്ക് വെളിപ്പെടുത്താൻ പോവുക. എൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യം, എൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യം, എൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യം. പരിശുദ്ധാത്മാവ് പറയുന്നു, ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവം തുറന്നു തരാൻ പോവുക. വലിയ പുരുഷാരം വന്നപ്പോൾ പറയാത്ത ചില രഹസ്യങ്ങളുണ്ട്. ഒരാത്മാർത്ഥ സുഹൃത്തിന് തുറന്നു കൊടുക്കുന്നത് പോലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്തും 2025 ജാനുവരി മാസത്തിൽ തമ്പുരാൻ പറയുന്നു, ആ ഹൃദയത്തിനകത്ത് ആരും അറിയാത്ത രഹസ്യങ്ങൾ മാർവോട് ചേർന്നിരിക്കുന്ന ചിലതിന്റെ അടുക്കലേക്ക് അത് വെളിപ്പാടുകൾ വരുന്നു. തൊടുക. അഭിഷേകം ഒരു അഗ്നി പോലെ. Receive the fire of God. തൊടുക. എന്തോ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ പറയുന്നു, ചില ഹൃദയത്തിനകത്ത് കിടക്കുന്ന രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്നൊരു കൃപയാ വെളിപ്പാട്.
ഓ ഓ, ചിലർക്ക് വെളിപ്പാടിന്റെ റലം തുറക്കാൻ പോവുക. വെളിപ്പാടിന്റെ റലം തുറക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലരെ കാണുന്നു. നാളെയെ കുറിച്ചുള്ളത്, നിന്നെ കുറിച്ചുള്ളത്, നിന്റെ തലമുറയെ കുറിച്ചുള്ളത്, നിന്റെ മക്കളെ കുറിച്ചുള്ളത്, ദേശത്തെ കുറിച്ചുള്ളത്, പട്ടണത്തെ കുറിച്ചുള്ളത്, രാജ്യത്തെ കുറിച്ചുള്ളത്. തുറക്കട്ടെ. ഓ, തുറക്കുക, തുറക്കുക, തുറക്കുക. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ കാണാൻ പോവുക. ഫോട്ടോ കോപ്പി കാണുന്നത് പോലെ, ഒരു വീഡിയോ കാണുന്നത് പോലെ ആത്മാവിൽ ചിലത് കാണാൻ ദൈവം നിന്നെ തൊടുന്നു. ഇറങ്ങുക, അഭിഷേകം ഇറങ്ങുക. വെളിപ്പാടുകളുടെ പിടിച്ചോ സഹോദരൻ പിടിച്ചോളെ. വെളിപ്പാടുകളുടെ തുറക്കുന്നു. വെളിപ്പാടുകളുടെ റിലം ഇന്ന് പകൽ തുറക്കുക. ആരുടെക്ക് മേലത് വീഴുകയാ. അസാധാരണമായ പകർച്ചകൾ സംഭവിക്കുന്നു. നീ കാണും ചെറിയ കാര്യങ്ങളല്ല, രാജാക്കന്മാരുടെ കാര്യങ്ങൾ. രാജാക്കന്മാർക്ക് മറഞ്ഞിരിക്കുന്നത് നിന്റെ അകത്ത് ഈ രഹസ്യങ്ങൾ. വേണ്ടിയവർ സ്വീകരിച്ചോ. ഒരാത്മ സാന്നിധ്യം ഈ തലത്തെ നിങ്ങൾക്കായി ഓപ്പൺ ചെയ്യുന്നു. അസാധാരണമായ മഹത്വം ഇന്ന് പകലിൽ ഇതിനകത്ത് വെളിപ്പെടും. പല കൃപാവരങ്ങളും അനുഭവിക്കുന്നവർ ഇവിടെ ഉണ്ട്. പക്ഷെ ഇന്ന് ചൂടനുഭവിക്കുന്ന ചിലരോട് പറയുക, ആർക്കും അറിയാത്ത ഹൃദയത്തിൻ്റെ അകത്തിരിക്കുന്ന ചിലത് നീ പിടിക്കാൻ പോവുക. ആർക്കും അറിയാത്ത ഹൃദയങ്ങൾക്കകത്തിരിക്കുന്ന രഹസ്യങ്ങളെ ഇതിനകത്തുനിന്ന് ചില ജനറേഷനുകൾ പിടിക്കാൻ പോവുക. ആ കൃപ തുറക്കുന്നു, ആ റലം തുറക്കുന്നു. തുറക്കുന്നു. മുമ്പറ്റം മുതൽ പുറകറ്റം വരെ വലിയ ദൈവശക്തി ചില ശരീരങ്ങളെ തൊടുക. പിടിച്ചൊതുക്കാൻ കഴിയാത്തത് പ്രാപിക്കാൻ കഴിയുന്നത് പ്രാപിച്ചോ. തല മുതൽ കാല് വരെ. നീ കാണും വെളിപ്പാട്, നീ കാണും റെവലേഷൻ, നീ കാണും അസാധാരണമായ ശക്തി, അസാധാരണമായ മഹത്വം. പലർക്കും കാണാൻ കഴിയാത്ത സ്വർഗത്തിന്റെ കാഴ്ചകൾ നിനക്ക് തുറക്കപ്പെടും. തുറക്കപ്പെടാൻ പോവാ. Only 5 minutes more. 5 മിനിറ്റ് കൂടെ ഞാൻ പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി. എൻ്റെ മെസ്സേജ് ഞാനിവിടെ ക്ലോസ് ചെയ്യുവാണ്. മാർവിൽ ചാരിയിരുന്നവൻ ഹൃദയ രഹസ്യം കാണാൻ പോവുക. നീ മുടന്തനെ എഴുന്നേൽപ്പിച്ചില്ലായിരിക്കും, നീ രോഗിയെ സൗഖ്യമാക്കിയില്ല. പക്ഷെ ഇന്ന് പകലിൽ വിളിച്ചു പറയാം, ഒരുത്തർക്കും വെളിപ്പെടാത്ത ചിലത് നിന്റെ ഹൃദയത്തിനകത്ത്. തൊടുക കുഞ്ഞ്. ഇന്ന് പകലിൽ ആ മഹത്വം വെളിപ്പെടുക. പ്രാപിക്കാൻ കഴിയുന്നവരെ പ്രാപിച്ചോ. ഇന്ന് നീ കാണും നിന്റെ നാളെയെ കുറിച്ച്, ഇന്ന് നീ കാണും നിന്റെ ദേശത്തെ കുറിച്ച്, ഇന്ന് നീ കാണും നിന്റെ കുടുംബത്തെ കുറിച്ച്, ഇന്ന് നീ കാണും നിന്റെ പട്ടണത്തെ കുറിച്ച്, ഇന്ന് നീ കാണും ഉന്നതന്മാരെ കുറിച്ച്, തലമുറകളെ കുറിച്ച്. ചിലരുടെ മണ്ഡലത്തെ സ്വർഗം തുറക്കുന്നു. തുറക്കട്ടെ. കൊതിയുണ്ടോ നിങ്ങൾക്ക്? മാർവിൽ ചാരിയവനെ ദൈവം കുറിച്ചിട്ടിട്ടുണ്ട്. ഒരു ഹേരോദാവിന്റെ വാളിനും വിട്ടുകൊടുത്തിട്ടില്ല. കോവിഡ് വന്നിട്ടും വിട്ടുകൊടുത്തിട്ടില്ല. മരണകരമായ ക്യാൻസർ വന്നിട്ടും വിട്ടുകൊടുത്തില്ല. ആരോടോ ദൈവം സംസാരിക്കുന്നു.
അനർത്ഥങ്ങൾ വന്നിട്ടും വിട്ടുകൊടുത്തില്ല, അപകടങ്ങൾ വന്നിട്ടും വിട്ടുകൊടുത്തില്ല. ഇന്ന് പകൽ ആത്മാവ് നിന്നെ നോക്കി പ്രവചിക്കുന്നു. ആർക്കും അറിയാത്ത രഹസ്യം ഞാൻ നിനക്ക് തരും. ആർക്കും അറിയാത്ത രഹസ്യം. പട്ടണത്തിനകത്ത് 95 വയസ്സായവൻ ഒരു രഹസ്യവും കൊണ്ട് എഴുന്നേൽക്കുന്ന പോലെ ഇതിനകത്തും ചിലതിന് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുക. ദേശങ്ങളുടെ രഹസ്യം, കുടുംബങ്ങളുടെ രഹസ്യം, തലമുറകളുടെ രഹസ്യം ചിലതിന്റെ ഹൃദയങ്ങളിൽ വെളിപ്പെടും. വെളിപ്പെടും, വെളിപ്പെടും, വെളിപ്പെടും. ശക്തമായി ദൈവാത്മാ പറയുന്നു, ഈ സീസണിൽ അങ്ങനുള്ളൊരു തലമുറ ഇതിനകത്ത് എഴുന്നേക്കാൻ പോവുക. അങ്ങനുള്ളൊരു തലമുറ. ഒന്നുകൂടെ ഞാൻ പച്ചയായിട്ട് വിളിച്ചു പറയാം. ഒന്ന് മുഖം നോക്കിയാൽ ഹൃദയത്തിൽ ഇരിക്കുന്ന രഹസ്യങ്ങളെ പാറിച്ചെടുക്കുന്നത് പോലെ ചിലതിന്റെ ഹൃദയങ്ങളെ വായിച്ചെടുക്കാൻ ഒരു കരുത്ത, ഒരു അഭിഷേകത്തിന്റെ കരുത്ത സ്വീകരിക്കാൻ കരുതോ, സ്വീകരിച്ചോ. ഒരു തീ പിടിക്കുന്നു. Come on, receive the mighty power. ഒരു വലിയ anointing നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. ഒരു വലിയ ദൈവശക്തി വെളിപ്പെടുന്നു. ഒരു വലിയ ദൈവശക്തി വെളിപ്പെടുന്നു. ആ അഭിഷേകം ഒരു അഗ്നി പോലെ ഏതൊക്കെ ശരീരങ്ങൾ തൊട്ടുപോകുന്നു, തൊട്ടുപോകുന്നു. Come on, തൊട്ടുപോകുന്നു, തൊട്ടുപോകുന്നു, തൊട്ടുപോകുന്നു. അതാ തൊട്ടുപോകുന്നു. In mighty power. തൊടുക, തൊടുക, തൊടുക. In the name of Holy Spirit. തൊടുക സിസ്റ്ററെ, തൊടുക. ആ അഭിഷേകം വെളിപ്പാടിന്റെ രഥം തുറക്കട്ടെ, 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 തുറക്കട്ടെ. എവിടേക്കോ അത് ഓപ്പൺ ആകുന്നു, എവിടേക്കോ തുറക്കപ്പെടുന്നു. നീ വായിക്കും. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സ് വായിക്കാൻ കരുത്തുള്ള ചില അഭിഷിക്തന്മാരെ, അഭിഷിക്തകളെ. Come on, come on, take the glory. ഇന്ന് പകലിൽ സ്വീകരിക്കുക. വെളിപ്പാടുകൾ തുറക്കാൻ സീസണായത് ആത്മാവ് ശക്തമായി പറയുന്നു. എവിടേക്കോ ചില റെവലേഷനുകൾ തുറക്കപ്പെടാൻ പോകുകയാ. ആർക്കും പിടികിട്ടാതെ ലോക്കായി കിടക്കുന്നത് ദൈവത്തിന്റെ മാർവോട് ചേരുന്ന ചിലതിനോട് സ്വർഗം പറയുന്നു, നിന്റെ മുൻപിൽ ആ ലോക്ക് ഞാൻ അഴിക്കും. നിന്റെ മുൻപിൽ ആ ലോക്ക് അഴിയും. ചില കുടുംബങ്ങളുടെ തകർച്ചകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പലർക്കും കഴിയാതിരിക്കുമ്പോൾ ആ ലോക്ക് അഴിച്ച ദൈവം നിനക്ക് വെളിപ്പാടുകൾ. തൊടുക, തൊടുക, തൊടുക. ഭയങ്കര മഹത്വം ഇന്ന് ഇതിനകത്ത് വെളിപ്പെടുകയാണ്. ശക്തമായി പരിശുദ്ധാത്മ പറയുന്നു, ചില വെളിപ്പാടുകളുടെ തലം Holy Spirit, in the name of Jesus. 2025 ഫാസ്റ്റിംഗ് പ്രയറിന്റെ ലാസ്റ്റ് ഡേയിൽ ദൈവാത്മാവ് പറയുന്നു, വെളിപ്പാടുള്ളൊരു തലമുറ എഴുന്നേക്കാൻ പോവുക. വെളിപ്പാടുള്ളൊരു തലമുറ, വെളിപ്പാടുള്ളൊരു തലമുറ. റെവലേഷന്റെ റെലം നിനക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോവുകയാ. ഒന്നും രണ്ടും അല്ല. പിടിച്ചോ, പിടിച്ചോ. തുറക്കപ്പെടുന്നു, തുറക്കപ്പെടുന്നു. Come on, take the power. ആ വെളിപ്പാട്. Mighty name of Jesus. ചില വെളിപ്പാടുകളുടെ തലങ്ങൾ തുറക്കപ്പെടുകയാ. ശക്തമായി ദൈവാത്മാവ് ഇന്ന് പറയുന്നു, ചില റെവലേഷനുകൾ തുറക്കോ.
പട്ടണത്തെക്കുറിച്ചും ദേശത്തെക്കുറിച്ചും ബ്രദറെ സ്വീകരിച്ചോ. നീ ചിന്തിക്കുന്നതല്ല, നീ പ്രാർത്ഥന മുറിയിൽ കാണാൻ പോവുക. Take it. Fire. തുറക്കപ്പെടുക. എവിടേക്കും ആത്മസാന്നിധ്യം തുറക്കുന്നു ഇതിനകത്ത്. ഇന്നലെ വരെ നീ ചിന്തിച്ചതാ, നിന്നെ കുറിച്ച് ചിന്തിച്ചതാ നീ സാധാരണക്കാരനെന്ന. ഇല്ലെന്ന് നീ കാണാൻ പോകുന്ന കാഴ്ച ഉലകത്തിൽ ആരും കാണാത്തത്. സ്വർഗത്തിന്റെ കവാടത്തിനപ്പുറം സ്വർഗം നിനക്ക് വേണ്ടി ഈ പകൽ. എവിടേക്ക് മഹത്വം നിറയുന്നു. ചില ശിരസ്സുകളുടെ മേൽ മേഘം വന്ന് നിൽക്കുക. തലം മാറുക. തലത്തെ ദൈവം മാറ്റുക. അഭിഷേകം ചിലതിന്റെ തലകളെ മാറ്റിമറിക്കുന്നു. Come on, take the power. Yes. കുഞ്ഞുങ്ങൾ മാത്രമല്ല, സകലർക്കും ഈ റലം തുറക്കാൻ പോവുക. 95 വയസ്സായ യോഹന്നാനെ തുറന്നെങ്കിൽ ഇതിനകത്തിരിക്കുന്ന വൃദ്ധനല്ല, ഏത് പിതാക്കന്മാർക്കും അത് തുറക്കും, ഏത് വ്യക്തിക്കും അത് തുറക്കും. ഇന്ന് പകൽ വെളിപ്പാടുകളുടെ തലം നിനക്ക് വേണ്ടി. എന്തോ ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ തന്നെ ഈ ചർച്ചിനകത്ത് വെളിപ്പാട് കാണുന്ന ഒരു കൂട്ടം പേര് എഴുന്നേക്കാൻ പോവുക. വെളിപ്പാടുകളെ ദർശിക്കുന്ന, കണ്ടു പറയുന്ന ചിലത്, കണ്ട് സംസാരിക്കുന്ന ചിലത്. യോഹന്നാനെ പോലെ ഒരു തീയുടെ പകർച്ച ചില ശരീരങ്ങളിലേക്ക് ഇടുന്നു. കൈമാറട്ടെ. പിടിച്ചോടെ. അഭിഷേകം ഒരധികാരത്തോടെ ഇന്ന് പകലിൽ ചലിക്കപ്പെടുന്നു. അഭിഷേകത്തിന്റെ അഗ്നി ഒരു തീ പോലെ. ചിലതിന്റെ കാല് മുതൽ തല വരെ നീ ആള് മാറാൻ പോവുക. യേശുവിന്റെ മഹത്വം ഈ പകലിൽ നിന്റെ കർത്താവ് റലം നിങ്ങൾക്ക് തുറക്കുന്നു. ഒരു നിമിഷം എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ കത്രമേശയിലേക്ക് കിടക്കും. എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. എഴുന്നേക്കാൻ കഴിയുന്നവർ എഴുന്നേക്കുക, കിടക്കുന്നവർ കിടക്കട്ടെ. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പ്രവചിക്കുകയാണ്. ഇന്ന് പകൽ ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങുന്നത് വെറും ഒരു രോഗശാന്തി കൊണ്ടല്ല. ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങുന്നത് ചില ഹൃദയ രഹസ്യങ്ങളെ എടുക്കാൻ കരുത്തുള്ളവനായിട്ടാ നീ പുറത്തു വരാൻ പോവുകയാണ്. മനസ്സിനകത്ത് കിടക്കുന്നത് വായിക്കാൻ ആർക്കും അറിയില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്ന ചിലരും, അപ്പന്റെ മാർവിലെ ചൂട് തട്ടുന്ന ചിലരും ഇന്ന് പകൽ ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങുന്നത് ചെറിയ കാര്യമായിട്ടല്ല. ആർക്കും പിടിക്കാൻ കഴിയാത്ത ചില ഹൃദയങ്ങളെ പിടിക്കാൻ, ചില രഹസ്യങ്ങളെ പിടിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതിനകത്ത് നിന്നെ ദൈവം ഒരുക്കുകയാണ്. നിന്റെ തലം ദൈവം മാറുകയാ. നിന്റെ തലത്തെ ദൈവം മാറ്റുകയാണ്. വിശ്വസിക്കാൻ റെഡിയാണോ ഇന്ന്? ആത്മാവ് ഇതിനകത്ത് നിന്നോട് പറയുന്നു, കർത്താവിന്റെ ശക്തി ചില ബുദ്ധികളെ അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പോവുക. ദൈവശക്തി നിന്റെ ബുദ്ധിക്ക് അപ്പുറം നിന്നെ കൊണ്ടുപോകാൻ പോവുക.
നീ ചിന്തിച്ചില്ലേ ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇത് എന്നെ കൊണ്ട് നടക്കത്തില്ല, ഇത് എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന പരിശുദ്ധാത്മാവ് പറയുന്നു. ദൈവശക്തി നിന്റെ വെളിപ്പാടിന്റെ തലങ്ങളെ ഓപ്പൺ ചെയ്യാൻ പോവുക. ഓപ്പൺ ചെയ്യാൻ പോവുക, ഓപ്പൺ ചെയ്യാൻ പോവുക. ഒന്നുകൂടെ ഞാൻ കേറി പറയുക, ശത്രുക്കൾ പതിയിരിക്കുന്ന സ്ഥലം നീ വീട്ടിനകത്തിരുന്ന് കാണും. ഓ, നിനക്കെതിരെ കുഴിച്ചു വയ്ക്കുന്നത്, ആവിചാരം ചെയ്യുന്നത് നീ വീട്ടിനകത്ത്. ഓ, പിടിച്ചോ പിടിച്ചോ പിടിച്ചോ, ഒരു ഭയങ്കര തീ വ്യാപരിക്കുന്നു. ഓ ഓ ഓ, തൊടുന്നു തൊടുന്നു, പിടിച്ചോളെ പിടിച്ചോളെ, തൊടുന്നു തൊടുന്നു തൊടുന്നു, ഓ തൊടുന്നു. ഓ ഓ, ചില വെളിപ്പാടുകളുടെ തല. ഓ, ചില വെളിപ്പാടുകളുടെ തലം ഓപ്പണാകുന്നു, ഓപ്പണാകുന്നു, ഓപ്പണാകുന്നു. 2025 നീ സാധാരണ കാര്യങ്ങളല്ല പറയാൻ പോകുന്നേ. മറ്റേ സാധാരണ കാര്യം നീ പറയില്ല, സാധാരണ കാര്യങ്ങളല്ല നീ പറയാൻ പോകുന്നേ. ആത്മതലത്തിൽ ചിലത് കണ്ടേച്ച നിന്റെ നാവ് സംസാരിക്കാൻ പോവുക. ആ റലം തലമുറകൾക്ക് ഓപ്പണാകാൻ പോവുക. യെസ്, റിസീവ് ദം ഫയർ. ഓ ഓ, പിടിച്ചോ പിടിച്ചോ പിടിച്ചോ, ഓ പിടിച്ചോണേ, ഇതങ്ങോട്ട് പിടിച്ചോ. ലാ ബ്രാ ബ്രാ ഷേ ലാ കാ മാ സേ ലാ ബാ ബാ ബാ. യെസ്, ഫയർ. തൊടുക തൊടുക തൊടുക. ഭയങ്കര മഹത്വം ഇതിനകത്ത് വെളിപ്പെടുക. അസാധാരണമായൊരു തീ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കൈമാറുന്നു. വന്നതുപോലെ പോവത്തില്ലെന്ന് ആരുടെയൊക്കെ ദൈവാത്മാ പറയുന്നു. നിന്റെ അകത്ത് വെളിപ്പെടാൻ പോകുന്നത് രാജാക്കന്മാർ ഭയക്കുന്ന, ഓ മന്ത്രിമാർ ഭയക്കുന്ന, പാപം ചെയ്യുന്നവർ ഭയക്കുന്ന ഒരു റെവലേഷന്റെ റലം. ഓ, ഇപ്പോൾ തുറക്കട്ടെ. ഓ ഓ, തുറക്കട്ടെ. തുറക്കട്ടെ തുറക്കട്ടെ തുറക്കട്ടെ. എവിടേക്കോ മഹത്വം ചലിക്കുന്നു. പിടിച്ചൊതുക്കാൻ കഴിയാത്ത ദൈവശക്തി ചില ശരീരങ്ങൾക്കകത്തേക്ക് നിറയുക നിറയുക. പിടിച്ചൊതുക്കാൻ കഴിയാത്തത്, പിടിച്ചൊതുക്കാൻ കഴിയാത്തത് ഉണ്ടോ? യെസ് 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 യെസ്. ഇന്ന് പകലിൽ സ്വർഗ്ഗം അത് നിറയ്ക്കുക, നിറയ്ക്കുക നിറയ്ക്കുക നിറയ്ക്കുക. ഓ, തലങ്ങൾ മാറട്ടെ. വെളിപ്പാടുകളുടെ തലങ്ങൾ പരിശുദ്ധാത്മാവ് ഓപ്പൺ ചെയ്യുന്നു. ഓ യെസ്, മന്ത്രവാദിക്ക് വെളിപ്പെടാത്തത്, മുഖം നോക്കുന്നവന് വെളിപ്പെടാത്തത്, കൈരേഖ നോക്കുന്നവന് വെളിപ്പെടാത്തത്, തത്തയെ കൊണ്ട് ചീട്ടെടുക്കുന്നവന് വെളിപ്പെടാത്തത്, ഈ പകൽ അഭിഷേകമുള്ള ചിലതിന് ദൈവം തുറക്കാൻ. Yes, 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 yes. Come on, receive the anointing. ഈ അഭിഷേകം ഒരു അഗ്നി പോലെ, ഒരു തീ പോലെ ശരീരങ്ങൾക്കകത്തേക്ക് നിറയുക നിറയുക നിറയുക. Oh, 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 oh. La ba 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 ba. Ara thara thara ba. Labra sheke limana she ragal kamanagadaga riba thana rakshas kaderi antana. വെളിപ്പാടുകളുടെ റലം തുറക്കട്ടെ. ഓ യെസ് യെസ് യെസ്. സുവിശേഷ വേല ചെയ്യുന്നവർക്ക് ഇത് അത്യാവശ്യമാണ്. നീ വെളിപ്പാടില്ലാതെ ഇറങ്ങണ്ട. 2025 സ്വർഗം പറയുന്നു, നീ വെളിപ്പാടോടെ ഇറങ്ങാൻ പോവുക. ഓ ഓ ഓ, ശക്തമായ ദൈവാത്മാ പറയുന്നു, ചിലതിന്റെ മുഖം നോക്കി വായിക്കാൻ റെവലേഷനോടെ നീ ഇറങ്ങാൻ പോവുക. ഓ ഓ, കാലങ്ങളും വർഷങ്ങളും മൂടി വെച്ചത് ചിലത് പൊളിച്ചെടുക്കാൻ പോവുക. ആത്മാവ് ഇന്നീ ദൂത് നിന്നോട് പറയുക,
കാലങ്ങളായി മൂടി വച്ചേക്കുന്നതിന് നീ പൊളിക്കും. ഓ ഓ ഭയങ്കര പവർ അവന്റെ മേൽ വെളിപ്പെടുക. ഒരു ഹെവി ഫയർ 2025 ജനുവരി 26. ഓ നീ സ്വതന്ത്രമാവുകയാണ്. വെളിപ്പാടിന്റെ തലങ്ങളിലോട്ട് കടക്കാതെ പിടിച്ചു നിർത്തിയ ചിലതിൽ നിന്ന് നീ ഫ്രീ ആവുക. ഓ തുറക്കണം 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 ബ്രദർ. കുടുംബത്തെ നോക്കി ദൈവാത്മാ പറയുന്നു, തുറക്കാൻ സമയമായി. നിങ്ങൾക്കത് ഓപ്പൺ ആകാൻ സമയമായി. ഓപ്പൺ ആകാൻ സമയമായി. Come on. In name of Jesus. പിടി. ആത്മാവ് അതിശക്തമായി പറയുന്നു, അതിശക്തമായി പറയുന്നു, തുറക്കപ്പെടുന്നു, തുറക്കപ്പെടുന്നു. ഈ ദേശത്തിന്റെ നടുവിൽ ചില വെളിപ്പാടുകൾ തുറക്കുക തുറക്കുക തുറക്കുക. ഫലങ്ങൾ മാറുക ബ്രദർ. 2025 ഈ ജനുവരി 26 നിന്റെ റലം മാറുന്നു. ഓ അസാധാരണമായ സാന്നിധ്യം ശരീരങ്ങളെ തൊടുക തൊടുക ബ്രദറെ. നിന്റെ ബുദ്ധിയല്ല, ശക്തമായി ദൈവാത്മാ പറയുന്നു, നിന്റെ ബുദ്ധിക്കപ്പുറം നിന്റെ ബുദ്ധിക്കപ്പുറം ദൈവം നിറയ്ക്കുക ബ്രദറെ. ജ്ഞാനം നിന്റേതല്ല, ജ്ഞാനം നിന്റേതല്ല, നിന്റെ ബുദ്ധിക്കും അപ്പുറം. Take the power. സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊതിച്ചു നിൽക്കുന്നവനോടൊക്കെ ദൈവം പറയുക, നിന്റെ ബുദ്ധിയല്ല കുഞ്ഞെ, നിന്റെ ബുദ്ധിയല്ല, അതിന്റെ പുറത്തൊരു വെളിപ്പാടിന്റെ റലം. എവിടൊക്കെ ദൈവം തൊടുന്നു കുഞ്ഞെ. സുവിശേഷ വേലയ്ക്ക് വേണ്ടി നീ ഇറങ്ങുന്നത് വെളിപ്പാടിന്റെ റിലം കൊണ്ടാ. എത്ര അകത്തളത്ത് കിടക്കുന്നതും പൊളിച്ചു പുറത്തെടുത്തേണ്ട ഒരു കരുത്ത്. വെളിപ്പെടുക വെളിപ്പെടുക വെളിപ്പെടുക. വെളിപ്പെടുക വെളിപ്പെടുക. പരിശുദ്ധാത്മാ പറയുന്നു, ചില വെളിപ്പാടുകൾ നിന്നെ കുറിച്ചെന്നല്ല, നീ നിന്റെ ദേശത്തെ കുറിച്ചും കുടുംബങ്ങളെ കുറിച്ചും നാളെയെ കുറിച്ചും ചില റെവലേഷനുകൾ നീ പൊളിച്ചെടുക്കും. ചില ലോക്കുകൾ തുറക്കും. ഹോളി സ്പിരിറ്റ് ലകമാന ശാരാധാര ധാര. ദൈവം ആഗ്രഹിക്കുന്നതും അത് തന്നെയാ. നിന്റെ മനസ്സിന്റെ ആഗ്രഹം ദൈവം കാണുക. നീ ചില സ്വപ്നങ്ങളിൽ നിൽക്കുന്നുണ്ട്. ഈ സ്വപ്നം സാക്ഷാത്കരിക്കുമോ? ആത്മാ പറയുന്നു, നിന്റെ വെളിപ്പാടിന്റെ തലം ദൈവം തുറക്കും. പലരും കാണാത്ത ചില കാഴ്ചകൾ നിന്റെ മനസ്സിലുണ്ട്. ഇന്ന് ആത്മാവ് നിന്നോട് പറയുന്നു, വെളിപ്പാടോടെ നീ സഞ്ചരിക്കാൻ പോവുക. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയും സമർപ്പിക്കുകയും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാത്രം ഫ്രണ്ടിലോട്ട് വാ. ടൈമില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കും, നിങ്ങളോട് ഇടപെടുന്നു. അങ്ങനെയുള്ളവർ മാത്രം, അല്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് നീങ്ങും. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇത് റെവലേഷൻ നിങ്ങളിൽ കൈമാറും. വെളിപ്പാടിന്റെ ഒരു മേഖല നിങ്ങൾക്ക് തുറക്കും. ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നിങ്ങൾ
GGM-നോടാകട്ടെ അല്ലാതെയോ ആകട്ടെ, നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുക. ഒരൊറ്റ പ്രയർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുക. അസാധാരണമായൊരു തീ ഇന്ന് പകൽ നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും. നീ ആള് മാറും. വേഗം 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 വന്നോ. ഈ സീസണിൽ നിങ്ങൾ പ്രയോജനപ്പെടാൻ പോവുക. ഈ സീസണിൽ നിങ്ങൾ ഉപയോഗപ്പെടാൻ പോവുക. യെസ്, നിങ്ങൾ കരമുയർത്തി പ്രാർത്ഥിച്ചോ. എനിക്ക് വെളിപ്പാട് വേണം, എനിക്ക് വെളിപ്പാടുകൾ വേണം, എനിക്ക് റെവലേഷൻ തുറക്കണം. പ്രാർത്ഥിക്കാൻ കഴിയുന്നവർക്ക് പ്രാർത്ഥിച്ചോണേ, 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 പ്രാർത്ഥിച്ചോണേ. നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വേറെ കാഴ്ച നിങ്ങൾ കാണാൻ പോവുക. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ യെസ്, അടുത്ത ചില വർഷങ്ങൾക്ക് ശേഷവും മാസങ്ങൾക്ക് ശേഷവും നടക്കേണ്ട ചിലത് ഇപ്പോൾ തുറക്കട്ടെ, തുറക്കട്ടെ, തുറക്കട്ടെ. ആർക്കൊക്കെ തുറക്കപ്പെടുന്നു, തുറക്കപ്പെടുന്നു. വെളിപ്പാടുകളുടെ നില തുറക്കപ്പെടുക, തുറക്കപ്പെടുക. ഓ ഓ തുറക്കപ്പെടുക, തുറക്കപ്പെടുക. കമാൻ കമാൻ. തുറക്കപ്പെടുന്നു, 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 തുറക്കപ്പെടുന്നു. തുറക്കപ്പെടുകയാ, തുറക്കപ്പെടുകയാ, തുറക്കപ്പെടുകയാ. യെസ്, തുറക്കപ്പെടുകയാ. ഹോളി ഫയർ. ഓഫ്, തുറക്കപ്പെടുകയാ, തുറക്കപ്പെടുകയാ, തുറക്കപ്പെടുകയാ. ഓഫ്, തുറക്കപ്പെടുകയാ. യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടുകയാ. ഓഫ്, തുറക്കപ്പെടുകയാ. നിങ്ങൾ കാണാൻ പോകുന്നത് യോഹന്നാൻ കണ്ടതുപോലുള്ള ചില കാഴ്ചകളായിരിക്കും. നിന്റെ ഒപ്പം നിന്ന പലർക്കും വെളിപ്പെടാത്തത് സ്വർഗം നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോവുക, വെളിപ്പെടുത്താൻ പോവുകയാണ്, വെളിപ്പെടുത്താൻ പോവുകയാണ്. ചില റെവലേഷനുകൾ നിങ്ങൾക്ക് തുറക്കപ്പെട്ടിരിക്കുന്നു. കുഞ്ഞുമക്കളെ, റെവലേഷനുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു, റെവലേഷനുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. പിടിച്ചോടെ, റെവലേഷനുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു, റെവലേഷനുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു, റെവലേഷനുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. Come on, in the name of Jesus. റെവലേഷനുകൾ. ഓ, take the power. റെവലേഷനുകൾ തുറക്കപ്പെടുകയാ. അടുത്ത് നിൽക്കുന്നവരുടെ കരങ്ങളൊന്ന് കോർത്ത് പിടിച്ചോ. സ്പെഷ്യലി പ്രാർത്ഥിക്കാൻ എനിക്ക് ടൈം പോരാത്തത് കൊണ്ട് ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാണ്. നിങ്ങളുടെ അരികിൽ നിൽക്കുന്ന ഒരാളുടെങ്കിലും കൈയൊന്ന് കോർത്ത് പിടിച്ചേ. ലാം ഷധേനി റഗൽ കമന ഘടകസേ അഡം ഭനാറിയാധന റക്ഷസ് കമന ഘടകസേ. വാവ്. ഓ, മകത്വം തൊടാൻ പോവുക ചില ശരീരങ്ങളിൽ. എനിക്കറിയാം, നമ്മൾ ഒരു പിടി വിറകെടുത്ത് തീ കത്തിക്കുമ്പോൾ ഒരെണ്ണത്തിൽ കത്തിപ്പിടിച്ചാൽ മതി, അടുത്തതിലേക്ക് കത്തും. ഒരു കയ്യിൽ നിന്നും അഭിഷേകത്തിൻ്റെ ചലനങ്ങൾ ഓ അടുത്ത കരത്തിലോട്ട്. തൊടുക, 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 തൊടുക. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം ഒരു ഓവർഫ്ലോ സംഭവിക്കുന്നു. യേശുവിന്റെ മഹത്വം. ഓ ഓ ഓ ഓ ലകബഷേ ലബ്രാഷകേനി റീമാനാഷകേനിയ. ഭയങ്കര ഓവർഫ്ലോ. ചിലതിന്റെ ചരിത്രം മാറുന്ന പകലായത്, ചിലതിന്റെ ചരിത്രം മാറുന്ന പകല. എന്തോ ഒന്ന് നിന്റെ ശരീരത്തിൽ നിറയുന്ന പോലെ. നിറയുക, നിറയുക, നിറയുക. ആർക്കും പിടിച്ചെടുക്കാൻ കഴിയാത്തത്
നിന്നിലേക്ക് സ്വർഗം റിലീസ് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. Take it! Take it! Take it! Take it in the name of Jesus. ലഖമന. ഈ അന്തരീക്ഷത്തിനകത്ത് നിൽക്കുന്നവരുടെയൊക്കെ അവസ്ഥയും മാറ്റിയെടുക്കുക. എൻ്റെ കൂടെ ശുശ്രൂഷയ്ക്കൊക്കെ നിൽക്കുന്നവരാരുണ്ട് ഇതിനകത്ത്? അവർ മാത്രം ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് വരിക. എൻ്റെ കൂടെ നിൽക്കുന്നവർ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളുടെ തലത്തെ ദൈവം മാറ്റണം, അല്ലാതെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. ഇന്ന് പകൽക്കാലം ആത്മാവ് ശക്തിയോടെ പറയുവാണ്, യെസ്, എൻ്റെ കൂടെ നിൽക്കുന്നവർ മാത്രം. രണ്ട് സൈഡിൽ പെട്ടെന്നൊന്ന് വരിക. ഒറ്റ വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. In mighty name of Jesus, in the name of Jesus. സ്വർഗം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എങ്ങനെങ്കിലും നിൽക്കാനല്ല, ആരെങ്കിലും പ്രസാദിപ്പിക്കാനല്ല, പട ചേർത്തവനെ പ്രസാദിപ്പിക്കണം. യുദ്ധക്കളത്തിൽ നീ നിൽക്കുന്നത് ഒരു സാധാരണക്കാരനോ കാര്യോ ആയിട്ടല്ല, പട ചേർത്തവനെ. വാവ് 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 വാവ്. ലഖമ റഖബ ലഖമസി. യെസ് 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 യെസ്. ആരുണ്ട്? ഇങ്ങ് വാ. എന്ത്? ലാമാന ഷെഖേരി അംതേനി. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽ നിങ്ങളെ ദൈവം നിറയ്ക്കുക, നിറയ്ക്കുക, നിറയ്ക്കുക. ഓ, നിറയ്ക്കുക, നിറയ്ക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ പ്ലാറ്റ്ഫോമിൽ വ്യാപരിക്കുന്നൊരു അഗ്നിയുണ്ട്. ഓ ഓ, ആഹാബിനെ തോൽപ്പിക്കാൻ ഏലിയാവിന്റെ കാലുകൾക്ക് കൊടുത്തൊരു തീ ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. ഓ, fire of Holy Spirit. Yes, oh, in mighty power. തൊടുക, 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 തൊടുക. ഓ, തീയുടെ പകർച്ച. ഓ, take the power, power. ഓ, തൊടുക, തൊടുക, തൊടുക. സാധാരണമായ മഹത്വം ഇന്ന് പകലിൽ ദൈവം നിറയ്ക്കുക, 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 നിറയ്ക്കുക. ഹോളി സ്പിരിറ്റ് നിറയ്ക്കുക. ലാബ്രാഷകേ ലീമാനാഷകേ റീബാബാഷകേനി. പരിശുദ്ധാത്മാവേ, ആഹാബിനെ തോൽപ്പിക്കാൻ ഏലിയാവിന്റെ കാലുകൾക്ക് കൊടുത്തതുപോലെ ഇന്ന് പകലിൽ ഒരു ബലം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് കൈമാറണം. ഓടാനുണ്ടപ്പ ഈ സീസണിൽ അത് നടക്കണം. ലാബ്രാഷകേനിയ തോൽപ്പിക്കുമെന്ന 3.5 വർഷങ്ങൾ വെല്ലുവിളിച്ച ബാലിന്റെ പ്രവാചകന്മാരുടെ ശക്തികൾ നിന്റെ മുൻപിൽ 2025 ആടിയറവ് പറയുന്നത് നീ കാണാൻ പോവുക. ഏലിയാവിന്റെ കൈ കൊണ്ട് അതിനെ വെട്ടിയെങ്കിൽ ആത്മാവ് ശക്തമായി പ്രവചിക്കുന്നു, ഒതുക്കാൻ ശ്രമിച്ച ചില ദേശത്തിന്റെ ശക്തികളെ വെട്ടാൻ കരത്തിന്റെ മേൽ ഒരു ബലത്തെ സ്വർഗം കൈമാറുന്നു. ഓ, നിറയുക, 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 നിറയുക. മഹത്വം നിറയുക. അഡമാ ശാന്തന റീബ ലാഖ മാനസേ ലാക്ര മാഷകനിയ. നീ ജയിക്കും, ജയിക്കും, ജയിക്കും. ജയിക്കാനുള്ള ഒരു അഭിഷേകത്തെ പിടിച്ചോളെ. Holy Spirit,
യെസ് ബ്രദർ, ഓടാനുള്ള ദൈവശക്തിയെ സ്വർഗം റിലീസ് ചെയ്യുന്നു. ഓടാനുള്ള ശക്തിയെ സ്വർഗം റിലീസ് ചെയ്യുന്നു. ഓ, mighty anointing, mighty anointing, Holy Spirit. യേശുവേ, ഓടാനുള്ള ശക്തികൾ ഈ സീസണിൽ ദൈവം കൈമാറട്ടെ. ലബാ, Yes. ഓടി ജയിക്കാൻ ഇന്ന് പകല മഹത്വത്തിന്റെ ശക്തിയെ നിന്റെ മേൽ ദൈവം റിലീസ് ചെയ്യുന്നു. Holy Spirit, Holy Spirit, Holy Spirit, ചാരത്തിൽ നിന്നും എഴുന്നേൽക്കുന്നത് പോലെ ഒരു ഡബിൾ പോർഷൻ സ്വർഗം റിലീസ് ചെയ്യുന്നു. സിസ്റ്റർ, take the power. Fire of God. തുറക്കട്ടെ വെളിപ്പാടുകൾ, തുറക്കട്ടെ. ഹോളി സ്പിരിറ്റ്, റെവലേഷനുകളെ സ്വർഗം തുറക്കുന്നു. തുറക്കട്ടെ. യെസ് സിസ്റ്റർ, അസാധാരണമായ റെവലേഷനുകൾ നിനക്കായി ഓപ്പൺ ആകുന്നു. നിന്റെ ദേശത്തിന്റെ കുറിച്ച് നീ ഉപയോഗിക്കപ്പെടേണ്ടത്. Now receive. ദേശങ്ങൾക്കും പട്ടണങ്ങൾക്കും സ്വർഗം നിന്നെ ഉപയോഗിക്കേണ്ട സീസണാ. Now തൊടുക, തുറക്കട്ടെ അത്. Holy Spirit, take the power of in mighty anointing. Holy Spirit. അപ്പാ, ഞാൻ പ്രാർത്ഥിക്കുക, എല്ലാവരുടെ മേലും നിന്റെ ആത്മസാന്നിധ്യം ചലിക്കുന്നതിനായി നന്ദി. കൃപയെ വെളിപ്പെടുത്തുകയാൽ സ്തോത്രം. പരിശുദ്ധാത്മാവേ, നിന്റെ മഹത്വം ചലിക്കുകയാൽ നന്ദി. La brashata rakama